ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി റെസിപ്പിയാണ് ചെയ്യുന്നത്. ചമ്മന്തി എന്ന് പറയുമ്പോൾ ബിരിയാണിയുടെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ചമ്മന്തിയാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മതി ഇന്ന് നല്ല ടേസ്റ്റ്, നല്ല വെറൈറ്റിയിൽ പുതുമയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ചമ്മന്തി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം വലുപ്പത്തിൽ വരുന്ന ബീട്രൂട്ട് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് തേങ്ങയൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പകുതി കഷ്ണം ബീട്രൂട്ട് മതിയാകും. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 2-3 ചെറിയ ഉള്ളി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തത്, പിന്നെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് ഞാനിപ്പം ചെറുത് ഒരു 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പം എരിവ് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഒരു ഇത്തിരി കറിവേപ്പില, ഒരു 2-3 പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പുതിന ഇലയും കറിവേപ്പിലൊന്നും ഒരുപാട് വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ചതച്ച് ഒതുക്കിയെടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞോട്ടെ. ഇതുപോലെ ആക്കിയെടുത്താൽ മതിയാകും. എന്നിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇപ്പം ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 3/4 to 1 കപ്പ് തേങ്ങ കറക്റ്റ് അളവ് തന്നെയായിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ബിരിയാണി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വിനാഗിരി ചേർക്കുന്നുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ വിനാഗിരി പുളി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മാറ്റം വരുത്താം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കുക. അതായത് വെള്ളമൊന്നും ചേർക്കേണ്ട, സാധാരണ നമ്മൾ ചമ്മന്തി മിക്സിയിൽ അരയ്ക്കുന്ന പോലെ തന്നെ ഈ ഒരു രീതിയിൽ ഒതുക്കി അരച്ചെടുത്താൽ മതി. അത്യാവശ്യം ഒന്ന് അരഞ്ഞോട്ടെ. ബിരിയാണി ചമ്മന്തി ആവുന്ന സമയത്ത് ഒന്ന് അരഞ്ഞെന്നായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത്. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടാവുമോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല കേട്ടോ. ബിരിയാണി ചമ്മന്തി നമ്മൾ പുതിന വെച്ചിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി തന്നെയായിരിക്കും ഇത് കേട്ടോ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബിരിയാണിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. പിന്നെ നമ്മൾ മുൻപ് മന്തിയുടെ കൂടെ സൈഡായിട്ട് കാണിച്ചിരുന്നല്ലോ, അതും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും നമുക്കൊരു പുതുമയിലൊരു വെറൈറ്റിയിൽ കൊടുക്കുക. തീർച്ചയായിട്ടും എപ്പോഴും ഒരേ കളറിലുള്ള പുതിന ചമ്മന്തി അല്ല നമ്മൾ കൊടുക്കില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് എന്തായാലും അതേ ടേസ്റ്റും കിട്ടും, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. Thank you.